BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ ഷോൺ ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷോൺ ജോർജ്, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് SIT അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ED ECIR രജിസ്റ്റർ ചെയ്ത് സാമ്പത്തിക ഇടപാടുകളിന്മേലുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. SITയുടെ ഈ നീക്കത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കാരണം തുടക്കം മുതൽ പ്രത്യേക അന്വേഷണ സംഘം പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നതാണ്. സ്വാഭാവികമായും പത്മകുമാറിൽ നിന്ന് കടകംപള്ളിയിലേക്ക് എത്തേണ്ടതാണ് കാര്യങ്ങൾ. പക്ഷേ അവിടെ കടകംപള്ളിയെ സംരക്ഷിച്ചുകൊണ്ട് തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ആസൂത്രിതമായ ഒരു നീക്കം അല്ലെങ്കിൽ ബോധപൂർവമായ ഒരു വഴിതിരിച്ചുവിടൽ ഈ വിഷയത്തിലുണ്ട് എന്നാണോ കരുതേണ്ടത്? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ നിലപാടുണ്ട്. അന്വേഷണം വളരെ സത്യസന്ധമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. അതിന് ആര് പ്രതിയാണെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കണം. പക്ഷേ പിണറായി വിജയന്റെ ചരിത്രം അനുസരിച്ച്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞകാല ചരിത്രം അനുസരിച്ച് അവർ പ്രതിയായി വരുന്ന, അവരിലേക്ക് വിരൽ ചൂണ്ടപ്പെടുന്ന കേസുകളെയൊക്കെ ഇന്ന് വരെ അവർ ചെയ്തിട്ടുള്ള മാനിപ്പുലേഷൻസ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതും നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പോലും നിയമത്തിന്റെ വഴിക്ക് പോകണമെന്നുള്ളതിൽ BJP ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന നാസ്തികനായ, കഴിഞ്ഞ 2018 കാലഘട്ടം മുതൽ ശബരിമലയും വിശ്വാസങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദിയായ പിണറായി വിജയന്റെ സർക്കാരിലും പോലീസിലും നമുക്ക് വിശ്വാസമില്ല. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന് നടക്കുന്നുണ്ടെങ്കിലും SITയുടെ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് സംശയദൃഷ്ടിയോടുകൂടിയേ കാണാൻ കഴിയും. അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം. ശ്രീ ഷോൺ ജോർജ്, ഒരു കാര്യം കൂടി ഇവിടെ സ്വാഭാവികമായും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ SIT പല സമ്മർദ്ദങ്ങൾക്കും വഴങ്ങുന്നുണ്ട് എന്നുള്ളൊരാക്ഷേപം ഉയർന്നതാണ്. അതുമാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് പോലും കടകംപള്ളിയാണ് എന്നുള്ള മൊഴി പത്മകുമാറിന്റെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തന്ത്രിയിലേക്ക് എത്തുമ്പോൾ മറ്റേതെങ്കിലും തരത്തിൽ തന്ത്രി കുടുംബത്തെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടുന്നതായിട്ടുള്ള ഒരു സമ്മർദ്ദം ഒരുപക്ഷെ CPMന്റെ ഭാഗത്തു നിന്നും SITക്ക് മേൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം നമുക്കറിയാം തന്ത്രി സ്വാഭാവികമായും ശബരിമലയിലെ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഇടപെടുന്നത് എന്നുള്ളത്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിപ്രായം പറയുന്നത്. സന്നിധാനത്ത് നിന്ന് ഇത്തരത്തിൽ സ്വർണം കൊണ്ടുപോകുമ്പോൾ അവിടെയുള്ള ദേവസ്വം വിജിലൻസ് എന്ത് ചെയ്യുകയായിരുന്നു, ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നതിന് പകരം, അതിലേക്ക് പോകുന്നതിന് പകരം തന്ത്രിയെ കൊടുക്കാനുള്ള ഒരു നീക്കം, അത് തികച്ചും സംശയാസ്പദമെന്ന് തന്നെയല്ലേ പറയേണ്ടത്? വിഷയത്തിൽ എന്ത് ആസ്പെക്റ്റിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് പോയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ശബരിമലയുടെ സ്വത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള വ്യക്തികൾ അല്ല തന്ത്രി കുടുംബം എന്നുള്ള കാര്യത്തിൽ വ്യക്തതയാണ്. എന്ത് സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഷയത്തിൽ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എന്ത് മാനിപ്പുലേഷൻസിലും ഗവൺമെന്റ് മുമ്പോട്ട് പോകും. അതിൽ എന്ത് കൃത്രിമം കാണിക്കാനും മടിയില്ലാത്ത വ്യക്തിയും മടിയില്ലാത്ത ഗവൺമെന്റുമാണ് സംസ്ഥാനത്തുള്ളതെന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തെ, ഈ അറസ്റ്റിനെയും ഒക്കെ സംശയത്തോടു കൂടി കാണേണ്ടിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു, നിയമത്തിന്റെ വഴിക്ക് പോകണമെന്ന് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാട്. എങ്കിലും ഇത്തരം കാര്യങ്ങളെ ഇനി പുറത്തു വരുന്ന കൂടുതൽ വിശദാംശങ്ങളിലൂടെ പഠിച്ചതിന് മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ പിണറായിയുടെ സർക്കാർ ആയതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിക്കാൻ കഴിയുന്നതാണ്. ശരി, വളരെ നന്ദി ശ്രീ ഷോൺ ജോർജ് പ്രതികരിച്ചതിന്. നമുക്ക്